മോശയുടെ ആബ്സൻസിൽ സ്തോത്രം അത് യോശുവ ലീഡറായി. മോശ ചെങ്കടലിനെ വിഭാഗിച്ചു. എങ്ങനെ? ഒരു സ്തോത്രം അത് വടിയെടുത്ത് അതിനെ നേരെ നീട്ടിയപ്പോൾ ചെങ്കടൽ വിഭാഗിച്ചു. മോശയുടെ ശുശ്രൂഷ മുഴുവൻ നിങ്ങൾ നോക്കുന്നെങ്കിൽ ഒത്തിരി മെത്തേഡുകൾ ഉണ്ടായിരുന്നു, പല മെത്തേഡുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഈ യോശുവയുടെ ജനറേഷൻ വന്നപ്പോ സ്തോത്രം മെത്തേഡല്ല, പ്രസൻസിലാണ് മുഴുവൻ ഓപ്പറേറ്റ് ചെയ്തത്. കാരണം അവിടെ തോളത്തെ ദൈവത്തിന്റെ നിയമ പെട്ടകമുണ്ടായിരുന്നു. അർത്ഥമിക്കുന്ന പകൽക്കാലം അല്പം പോലും മടി കൂടാതെ ഞാൻ പറയട്ടെ, കൊറിയൻ മെത്തേഡ്, കൊളംബിയൻ മെത്തേഡ്, ആഫ്രിക്കൻ മെത്തേഡ്, അമേരിക്കൻ മെത്തേഡ്, ഒത്തിരി അച്ചാച്ചന്മാര് മെത്തേഡുകളെ പിന്നാലെ പോകുമ്പോൾ പലരും ആഫ്രിക്കയിൽ നിന്ന് പഠിച്ചത്, പലരും സ്തോത്രം ആ പാസ്റ്ററിൽ നിന്ന് പഠിച്ചത്, മറ്റേ ശുശ്രൂഷകളിൽ നിന്ന് പ്രാപിച്ചത്. നോ 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 നിനക്ക് വേണ്ടിയത് വല്ലവന്റെയും സ്തോത്രം എച്ചിലല്ല, നിനക്ക് വേണ്ടിയത് വല്ലവന്റെ മെത്തേഡല്ല, നിനക്ക് വേണ്ടിയത് you need the presence of God. നിന്നെ ചന്തയിലല്ല ദൈവം നിന്നെ ഒരുക്കുന്നത്, പബ്ലിക് പ്ലേസിലല്ല, നിന്നെ ഒരു രഹസ്യ ആയുധമായി നിന്നെ മറവിടങ്ങളിൽ ദൈവം ഒരുക്കുകയാണ്. പലരും പ്രതീക്ഷിക്കുന്നത് അതേ അഹരോന്റെ പിള്ളേരായിരിക്കും, പലരും പ്രതീക്ഷിക്കുന്നത് അതേ വേറെ ഏതോ വലിയ കുടുംബക്കാരായിരിക്കും, വലിയ ഗോത്രപിതാക്കന്മാരായിരിക്കും. എന്നാൽ യേശുവിന്റെ നാമത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, നിനക്ക് പോലും നീ ഒരു സർപ്രൈസ് ആകാൻ പോകുന്നു.